2018 പറവൂരിലെ പ്രളയവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ഉന്നയിച്ച വാദങ്ങൾ പൊളിയുന്നു. കടം വാങ്ങിയാണ് പറവൂരിലെ ദുരിതബാധിതർക്ക് അവശ്യ സാധനങ്ങൾ എത്തിച്ചതെന്നായിരുന്നു വി.ഡി. സതീശന്റെ വാദം. എന്നാൽ നാട് പ്രളയത്തിൽ മുങ്ങി 3 ദിവസം കഴിഞ്ഞാണ് സ്ഥലം എം.എൽ.എ. ആയിരുന്ന വി.ഡി. സതീശൻ എത്തിയതെന്ന് ദുരന്തബാധിതർ തന്നെ പറയുന്നു. ഞങ്ങളൊക്കെ ഇതിനേക്കാൾ വലിയ ഫ്ലഡ് കണ്ടവരാ. കേരളത്തിലെ ഏറ്റവും വലിയ ഫ്ലഡ് കണ്ടവനാണ് ഞാൻ. 75,000 പേരെ ക്യാമ്പിൽ എൻ്റെ നിയോജകമണ്ഡലത്തിലും അത്രയും പേരെ നിയോജകമണ്ഡലത്തിന് പുറത്തും ക്യാമ്പിൽ താമസിപ്പിച്ച ആളാണ്. ആദ്യത്തെ 3 ദിവസം ഒരു മണി അരി പോലും വരാതെ എറണാകുളത്തെയും കൊടുങ്ങല്ലൂരിലെയും മാർക്കറ്റിൽ നിന്ന് കടം മേടിച്ച് സാധനങ്ങൾ കൊടുത്ത ആളാണ് ഞാൻ. മുഖ്യമന്ത്രി വി.ഡി. സതീശന്റെ ഈ വാദം പൂർണ്ണമായും തള്ളുകയാണ് 2018 പറവൂരിലെ പ്രളയ ദുരിതം അനുഭവിച്ച മനുഷ്യർ. ആദ്യത്തെ ദിവസത്തെ 2 ദിവസത്തെ ഭക്ഷണത്തിനും ഉള്ള സാധനങ്ങളെല്ലാം തന്നത് പള്ളിക്കാരുമാണ്. അല്ലാണ്ട് എം.എൽ.എയുടെ ഭാഗത്തു നിന്നൊന്നും വലിയൊരു ഇതൊന്നും നമുക്കുണ്ടായിട്ടില്ല. ഇത്ര ആളുകൾ ഇത്രയും ബുദ്ധിമുട്ടി കിടക്കല്ലേ, ഒന്ന് വന്ന് അന്വേഷിക്കാൻ പോലും തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് സത്യം. വൈകിയത് പറഞ്ഞ കാര്യം ഇതാണ് എന്ന് വെച്ചാൽ, ഞാൻ ആലുവയിലായിരുന്നു. ആലുവയിൽ വെള്ളം വീട് മുങ്ങി, അവിടെ നിന്ന് ഒരു കണക്കിനാണ് ഞങ്ങൾ രക്ഷപ്പെട്ടത്. അതാണ് വൈകിയെന്നാണ് അന്ന് ശർമ്മയാണ് വഞ്ചി പ്ലാൻ ചെയ്തത്. അങ്ങനെ വഞ്ചി അന്ന് മത്സ്യത്തൊഴിലാളികളുടെ വഞ്ചി ഇവിടെ വന്നിട്ടാണ് അവരെ രക്ഷിക്കാനും കൊണ്ടുപോയതൊക്കെ വഞ്ചിക്കാരാണെന്ന്. ശർമ്മ അതിൻ്റെ അകത്ത് കയറി എല്ലാ കാര്യങ്ങളും എല്ലാവരും ചോദിച്ചു. ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ അകത്ത് കയറാൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അകത്ത് കയറിയില്ല. പുള്ളി പല സംഘടനകൾ വഴിയും അല്ലാതെയും ക്യാമ്പുകളിലെല്ലാം വന്ന സാധനങ്ങൾ എത്തിയിരുന്നു. പക്ഷേ എം.എൽ.എ. ആയ വി.ഡി. സതീശനെ മാത്രം ആ വഴിക്ക് കണ്ടില്ലെന്ന് ക്യാമ്പിലുണ്ടായിരുന്നവർ തന്നെ പറയുന്നു. ഞങ്ങളൊരു ഒറ്റ മനസ്സായിട്ട് ഇതിനെ നേരിട്ട്, പക്ഷേ ഇപ്പോൾ മുഖ്യമന്ത്രി പറയണ അനുസരിച്ചാണെങ്കിൽ കണ്ടവരെ ആരുമില്ല. ഞാൻ കൊടുങ്ങല്ലൂരിൽ നിന്ന് കടം മേടിച്ചാണ് എടുത്തത്. ആ ഒരു അവകാശവാദമൊന്നും ഞങ്ങൾക്ക് ഇപ്പോൾ കേൾക്കുമ്പോൾ വളരെ ഒരു തമാശയായിട്ടാവുന്നുണ്ട്. 6-7 ദിവസം കഴിഞ്ഞപ്പോൾ പുള്ളി ഇവിടെ ഈ ക്യാമ്പുകളൊക്കെ സന്ദർശിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. പക്ഷേ നമ്മുടെ ക്യാമ്പൊക്കെ അപ്പോഴേക്കും സമ്പന്നമായിരുന്നു. ക്യാമ്പെല്ലാം പിരിച്ചുവിട്ടതിന് ശേഷമാണ് എം.എൽ.എ. വന്നത്. അത്യാവശ്യ സാധനങ്ങൾ കൊണ്ടുവന്ന് എത്തിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ സന്നദ്ധ പ്രവർത്തകരായ മലപ്പുറം ജില്ല, അങ്ങനെ വടക്കുന്നുള്ള ജില്ലകളിൽ നിന്നുള്ള ആളുകളടക്കം ഈ തെക്കുന്നുള്ള ആളുകൾ മാലുകര ക്യാമ്പിൽ ഉൾപ്പെടെ ഏറ്റവും അവസാനം എല്ലാം കഴിഞ്ഞ് പറഞ്ഞവരെല്ലാം കഴിഞ്ഞ് ആണ് എം.എൽ.എ. ആ സ്ഥലത്ത് എത്തിപ്പെട്ടത്. ദിവസങ്ങൾക്ക് ശേഷമാണ് വി.ഡി. സതീശൻ മണ്ഡലത്തിൽ പോലും എത്തിയത്. അതിന്റെ രോഷവും ജനങ്ങൾ അന്ന് പ്രകടിപ്പിച്ചിരുന്നു. എന്തെങ്കിലും ചെയ്യണോ? എം.എൽ.എ. നേരത്തെ എന്താ പറഞ്ഞു? നീ പോടാന്നല്ലേ പറഞ്ഞു. ആ പറഞ്ഞോ. ഇവിടെ ഒരുപാട് ആൾക്കാരിപ്പുണ്ട്. ഇവിടെ ഒരുപാട് ആൾക്കാരുണ്ട് എം.എൽ.എ. ഈ മഴക്കെടുതിയിലും ഒരു ദുരന്തമുഖത്തും മുഖ്യമന്ത്രിയായ വി.ഡി. സതീശനെ കണ്ടിട്ടില്ല. അത് ചോദിക്കുമ്പോൾ ഇതിലും വലിയ പ്രളയം അതിജീവിച്ചെന്നാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷേ വസ്തുത പറവൂരിലെ ജനങ്ങൾ തന്നെ തുറന്നു കാട്ടുന്നു. 2018 പ്രളയ സമയത്ത് പറവൂർ മണ്ഡലത്തിലെ എം.എൽ.എ. ആയ വി.ഡി. സതീശൻ എത്തിയത് ദിവസങ്ങൾ കഴിഞ്ഞാണെന്നതാണ് ആദ്യത്തെ വസ്തുത. മറ്റൊന്ന്, ഇവിടുത്തെ ഓരോ ക്യാമ്പിലും എത്തിയത് സന്നദ്ധ സംഘടനകൾ നൽകിയ സാധനങ്ങളും. ഇതെല്ലാം പറയുന്നത് അന്നത്തെ ദുരിതം അനുഭവിച്ച മനുഷ്യർ തന്നെയാണ്. ക്യാമറമാൻ രാജു വർഗീസിനോടൊപ്പം അർച്ചന വിനോദ്, കൈരളി ന്യൂസ്, കൊച്ചി.